ഹലോ ഗെയ്സ്, വയനാട് ചുരത്തിലെ 4-ാം വളവിൽ നിന്നുമാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. വയനാട് ജില്ലയിലെ കമ്പളക്കാടിനടുത്തുള്ള എർത്ത് ലോഫ്റ്റ് വില്ലയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. വെൽക്കം ഡ്രിങ്ക് ഒക്കെ നല്ല അതിമനോഹരമായിട്ട് ഞങ്ങൾക്ക് കിട്ടി. നേരെ ഞങ്ങൾ ഓടിയത് റൂമിലേക്കായിരുന്നു. റൂമിൽ അതിമനോഹരമായിട്ടുള്ള റൂമാണ്, നല്ല വിശാലമായിട്ടുള്ള റൂമാണ്. ഞങ്ങൾ 3 ഫാമിലി ആയിട്ടായിരുന്നു വന്നത്. അപ്പം ഞാൻ ജനലിലൂടെ നോക്കുന്ന സമയത്ത് അതാ പൂളിലൊക്കെ എല്ലാവരും ഇറങ്ങി കളിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഒന്നും നോക്കിയില്ല, ചാടി കയറി ഒരു കുളി തന്നെ ആദ്യം പാസ്സാക്കി. കുളി കഴിഞ്ഞ് സന്തോഷത്തിൽ മക്കളൊക്കെ ഇരിക്കുന്നതാണ് കണ്ടത്. നല്ല സന്തോഷത്തിലാണ് മക്കളൊക്കെ. അപ്പോഴേക്ക് നമുക്കുള്ള ചായ ആയിട്ട് നമ്മുടെ സ്വന്തം ബായി നമ്മുടെ മുമ്പിലേക്ക് എത്തി. ചായ നല്ല ചൂടുള്ള പഴംപൊരി, അടിപൊളി പഴംപൊരിയാണ്. അങ്ങനെ പഴംപൊരിയും ചായയൊക്കെ കഴിച്ചു. കുറച്ച് നേരം ഞങ്ങൾ ഹാളിലിരുന്ന് സൊറ പറഞ്ഞു, കളി പറഞ്ഞു. അങ്ങനെ സമയം പോയപ്പോഴാണ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയത്. അതിമനോഹരമായിട്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ പുറകുവശമാണ് കാണുന്നത്. ഇവിടെ സ്വിമ്മിംഗ് പൂളും ഈ ലൈറ്റപ്പും വ്യൂസും എല്ലാം നല്ല അതിമനോഹരമാണ്. ഫാമിലിക്ക് പറ്റിയ സ്ഥലമാണ്. പിന്നീട് ഞങ്ങൾ കുറച്ച് നേരം പാട്ടെല്ലാം പാട്ടൊക്കെ പാടി കുട്ടികളൊക്കെ ആയിട്ട് ഡാൻസൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്ക് വിശപ്പ് അങ്ങനെ പതുക്കെ. ഉടനെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന മസാല തേച്ച ചിക്കൻ പുറത്തെടുത്തു. നല്ലപോലെ ഗ്രില്ല് ചെയ്തു ഒരുവിധം ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. കുബൂസും പൊറോട്ട എല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. നല്ല സ്വാദായിരുന്നു ഭക്ഷണത്തിന്. എന്താണെന്ന് അറിയില്ല, പല ആളുകൾ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹാളിൽ പോയിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്ന് ഉറങ്ങുമ്പോഴേക്ക് 2 മണിയായി. വയനാട് കമ്പളക്കാടിനടുത്ത് ഈച്ചം എന്ന സ്ഥലത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. IB വർക്കി എന്ന മാനേജറാണ് ഇവിടെ ഉള്ളത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് അദ്ദേഹം നമ്മോട് പെരുമാറിയത്. നമ്മൾ ഓൺലൈൻ മുഖാന്തിരമായിരുന്നു ബുക്ക് ചെയ്തത്. എങ്കിൽ കൂടി ഇവിടെ എത്തിയപ്പോൾ പുള്ളിയുടെ വക ചെറുതായിട്ട് ക്യാഷൊക്കെ ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. മൊത്തത്തിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വില്ലയാണുള്ളത്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. മഴ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ക്യാമ്പ് ഫയർ മാത്രം ഉപയോഗിക്കേണ്ടി പറ്റിയില്ല. കുട്ടികൾക്കുള്ള നല്ല മനോഹരമായ ചിൽഡ്രൻസ് പാർക്കുണ്ട്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും അതേപോലെ തന്നെ ലഞ്ചും നമുക്ക് ഇവിടെ ഫ്രീ ആണ്. ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയാം. നിങ്ങൾ അടുത്ത വീഡിയോ തീർച്ചയായിട്ടും കാണണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.